സർവ്വജീവികൾക്കും ഭക്ഷണത്തിനായി വീട്ടുമുറ്റത്ത് റംബൂട്ടാൻ വിളയിച്ച ഒരു വീട്ടമ്മ. നാവിൽ മധുരമൂർന്ന റംബൂട്ടാൻ ആർക്കും പറിച്ച് കഴിക്കുവാനും കഴിയും. ഉപ്പുതറ പുതിയാത്ത് റിൻസി പൈസാണ് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുമ്പോൾ പഴങ്ങളുടെ ലഭ്യത കുറയും. അപ്പോൾ പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കാതെ അവർ അലയും. ഇതിനൊരു താൽക്കാലിക പരിഹാരത്തിനായാണ് റിൻസി തന്റെ വീടിന്റെ മുറ്റത്ത് ധാരാളം ഫലവൃക്ഷങ്ങൾ നട്ടു പരിപാലിക്കുന്നത്. ഇതിൽ റംബൂട്ടാൻ ഇപ്പോൾ നിറയെ കായകൾ വിളഞ്ഞും പഴുത്തു നിൽക്കുകയാണ്. സാധാരണ റംബൂട്ടാൻ വിളവാകാറാകുന്നതിന് മുന്നേ വലയിട്ട് സംരക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ റിൻസിയുടെ ചിന്ത മറ്റൊന്നാണ്. മനുഷ്യരെ പോലെ പക്ഷികൾക്കും വിശപ്പുണ്ട്. മഴക്കാലത്ത് ഫലങ്ങൾ കുറയുന്നതിനാൽ ഈ സമയം പക്ഷികൾക്കും പറവകൾക്കും ആഹാരത്തിനായി അലയരുത്. അതിനായിട്ടാണ് റംബൂട്ടാൻ നട്ടു പരിപാലിച്ച് വളർത്തിയത്. വീട്ടിൽ വരുന്നവരും റോഡിലൂടെ പോകുന്നവർക്കും ആവശ്യമെങ്കിൽ റംബൂട്ടാൻ പറിച്ചു കഴിക്കാം. പഴുക്കുന്നതനുസരിച്ച് ജനങ്ങളും പക്ഷികളും റംബൂട്ടാൻ ഭക്ഷണമാക്കുന്നത് ആത്മനിർവൃതിയോടെയാണ് റിൻസി കണ്ടു നിൽക്കുന്നത്. നമുക്ക് ഫലവൃക്ഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ സൈസ് ഫലവൃക്ഷങ്ങളും മുറ്റത്ത് വളർത്തിയിട്ടുണ്ട്. അത് ഈ റംബൂട്ടാനൊക്കെയാണ് നിറഞ്ഞു കായ്ക്കുകയാണ്. നിറഞ്ഞു കായ്ച്ചപ്പോൾ നമ്മൾ വലകൾ ഒന്നും വിടുന്നില്ല. കാരണം വരുന്നവരെല്ലാവരും അതിൽ നിന്ന് അത് പറിച്ച് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷികളൊക്കെ ധാരാളം വന്ന് ഇതിൽ വന്നിരുന്നത് കഴിക്കുകയാണ്. അത് നമുക്കിപ്പോൾ ഭക്ഷണമില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് നമ്മളത് വലയിട്ട് മൂടി നമുക്ക് തന്നെയായിട്ടത് എടുക്കുന്നില്ല. രാവിലെയും സന്ധ്യാസമയങ്ങളിലുമാണ് തത്ത ഉൾപ്പെടെയുള്ള പക്ഷികൾ പഴം കഴിക്കാനായി എത്തുന്നത്. ഇത് കാണുന്നത് മനസ്സിന് കുളിർമയാണ്. ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇതിനെ റിൻസി കരുതുന്നത്. ഭർത്താവും വയസ്സിനും മക്കൾക്കുമെല്ലാം ഒരേ മനസ്സാണ്. അതാണ് വലയിട്ട് സംരക്ഷിക്കേണ്ട റംബൂട്ടാൻ നാട്ടുകാർക്കും പക്ഷികൾക്കുമായി വിട്ടു നൽകുന്നത്. പക്ഷികൾ പഴം കഴിച്ച് തോടുകൾ വീട്ടുമുറ്റത്ത് തന്നെ ഉപേക്ഷിക്കുന്നത് അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഈ വീട്ടമ്മയുടെ സഹജീവി സ്നേഹവും കരുതലും കാരുണ്യമാണ് ഇതിലൂടെ വെളിവാകുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.